ആടുജീവിതം എ ബ്ലസ്സി ഫിലിം പടം കണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് വിഷ്വലൈസ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രം, അദ്ദേഹം നാട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ നാട്ടിൽ ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ ചതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വിസ കൊടുക്കുന്നു. ആ വിസ കമ്പനി വിസ എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്നു. അയാൾ ഇതുപോലെ ഒരു അറബി നാട്ടിലെത്തുന്നു. അവിടെ ചെന്നിട്ട് നേരിടേണ്ട പ്രശ്നങ്ങൾ, നേരെ ഒരു മരുഭൂമി എന്ന് പറഞ്ഞാൽ പക്കാ മരുഭൂമി, മലയും കഴുകന്മാരും ആടും ഒട്ടകവും ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പെട്ടുപോണ കഥയാണ്. പിന്നെ പുള്ളിയുടെ സ്ട്രഗിൾ, സർവൈവൽ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം അവിടെ പട്ടണത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല. ഇവർ നമ്മുടെ നാട്ടിൻ പ്രദേശം കാണിക്കുമ്പോൾ മാത്രമാണ് ഭാര്യയായിട്ട് അഭിനയിക്കുന്ന അമല പോൾ വരുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ ചെറിയൊരു ഫാമിലി, ഉമ്മയുണ്ട്, പിന്നെ നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് മാത്രമാണ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാനുള്ളൂ. പിന്നെ ഫുള്ള് മരുഭൂമിയാണ് കാണിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരു പ്രാക്ക് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രാക്ക് തോന്നും. കഥാപാത്രം വേറെ റേഞ്ച്, പുതിയതായി നല്ല പൊണ്ണത്തടീനൊക്കെ ആയിട്ടാണ് പടത്തിനകത്ത് സ്റ്റാർട്ടിങ് വരുന്നത്. പൊണ്ണത്തടീന്നല്ല, കുറച്ച് വണ്ണമൊക്കെ ആയിട്ടാണ് തന്നെ. പിന്നെ ഏകദേശം ഇൻ്റർവെൽ ആവാറാകുമ്പോഴേക്കും പുള്ളിയുടെ തനി രൂപം എന്ന് പറഞ്ഞെങ്കിൽ ഭക്ഷണവുമില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി പോയി കഴിയുമ്പോൾ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലൊക്കെ കണ്ട സംഭവങ്ങൾ തന്നെ വളരെ ദാരുണമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. അവിടുത്തെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഒരു ഖലീസ് എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം ഭയങ്കര ക്രൂരനാണ്. അങ്ങനെ സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല, രക്ഷപ്പെടാനായിട്ട് എവിടെയാണെന്ന് പോലും അറിയാൻ പാടാത്ത സ്ഥലം. വെള്ളമില്ല, വെള്ളം വല്ലപ്പോഴും ടാങ്കറിൽ കൊണ്ട് കുറച്ച് വെള്ളം അടിക്കുന്നു. ഇങ്ങനെ സ്ട്രഗിളാണ് പടം ഫുള്ള് കാണിക്കുന്നത്. എടുത്തു പറയേണ്ടത് റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട്സ് ദ ബെസ്റ്റ്, ഒന്നും പറയാനില്ല. ചെറിയ കാറ്റ് പോലും അതിൻ്റെതായ രീതിയിൽ ഇൻഡെപ്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആടുകളുടെ ശബ്ദങ്ങൾ, പിന്നെ കഴുകന്മാരുടെ ഒരു ഫൈറ്റൊക്കെ കാണിക്കേണ്ടത് ഒക്കെ നല്ല പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റഹ്മാൻ്റെ മ്യൂസിക്, എൻ്റെ മോനെ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. സോങ്ങിൻ്റെ ലിറിക്സ് എനിക്ക് ഓർമ്മയില്ല, വേറെ റേഞ്ച് സാധനം അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അഫ്കോഴ്സ് ബ്ലസ്സി എന്ന സംവിധായകൻ്റെ ആ ഒരു ടച്ച് നോക്കി അത് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ആ പടത്തിലേക്കൂടെ ഇറങ്ങി പോവുകയാണ്. നമ്മളും ആ മരുഭൂമിയിലൊക്കെ പെട്ടുപോയി നമ്മൾ ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പടം എത്തിച്ചിട്ടുണ്ട്. അതാണ് പടത്തിൻ്റെ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പടം ശരിക്കും ആസ്വദിക്കുക. ആരായാലും പടം ആസ്വദിച്ചിരിക്കും. പക്ഷേ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങില്ല, കണ്ണൊക്കെ നിറഞ്ഞേക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടനൊക്കെ ചെറുതായിട്ട് കണ്ണൊക്കെ തുറക്കണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. ശരിക്കും നമ്മളെ എന്താ പറയുക, മെൻ്റലി അത് ഡിസ്റ്റർബ്ഡ് ആയി കളയും. പുള്ളി സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളിയുടെ സ്ട്രഗിൾ കുറച്ചുകൂടി ഇൻറ്റൻസ് ആവുന്നു. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള, ഞാൻ കഥ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ നേരിട്ട് തിയേറ്ററിലൊന്ന് കാണാം. എടുത്തു പറയാനുള്ളത് സൗണ്ട് റസൂൽ പൂക്കുട്ടിയും മ്യൂസിക് റഹ്മാനായതുകൊണ്ട് നല്ല ടോപ്പ് ക്ലാസ് തിയേറ്ററിൽ കാണാൻ നോക്കാം. ഡോൾബി അറ്റ്മോസ്ഫിയർ കാണുകയാണെങ്കിൽ അത്രയും സൂപ്പറായിരിക്കും എന്നായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇതാണ് ആടുജീവിതം എൻ്റെ കാഴ്ചപ്പാടിൽ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിട്ടേക്കാം. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇങ്ങനത്തെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. കാണാം.